വെൽക്കം ബാക്ക് ടു CS ഈസി ചാപ്റ്റേഴ്സ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷൻ്റെ പാർട്ട് 3 ആണ്. ഓൾറെഡി ചാനലിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ്റെ പാർട്ട് 1ഉം 2ഉം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഇത് കാണാൻ നോക്കണേ. വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കും. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് പ്രോബ്ലംസ് ആണ്. സോ ആദ്യം ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, എന്നിട്ട് എന്തൊക്കെ മനസ്സിലായി എന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ബാക്കി വീഡിയോ കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ? എ ട്രെയിൻ ഓഫ് ലെങ്ത് 200 meter travels with a velocity of 20 meter per second. What is the time taken by a train to cross the straight bridge of a length 800 meter? ഇവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ഒരു 200 meter ലെങ്ത്തുള്ളൊരു ട്രെയിന് 20 meter per second എന്ന വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ട്രെയിന് ആ ബ്രിഡ്ജ്, അതായത് ഒരു 800 meter ബ്രിഡ്ജിനെ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താണ്? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ടൈമാണ്. സോ ടി ഈസ് ഈക്വൽ ടു, നമുക്കറിയുന്ന ഇക്വേഷൻ എന്താ? എസ് ബൈ വി അല്ലേ? ഇല്ല, വി നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി കണ്ടുപിടിക്കേണ്ടത് എസ് ആണ് അല്ലേ? ഇപ്പോൾ ഇത് നമ്മുടെ ട്രെയിനാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് നമ്മുടെ ട്രെയിൻ. ഈ ട്രെയിനിൻ്റെ ലെങ്ത്ത് അവർ തന്നിട്ടുണ്ട് 200 meter. ഈ ട്രെയിൻ എവിടെയൊക്കെ പോയാലും അതിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത് ഈ 200 meter തന്നെ ആയിരിക്കില്ലേ? ആയിരിക്കും. അതേപോലെ ഇത് എന്തിനാണ് ക്രോസ് ചെയ്യുന്നത്? ഒരു 800 meter എന്താ പറയുക, ബ്രിഡ്ജിനെയാണ്. അപ്പോൾ ഇതും ഇതിൻ്റെ ലെങ്ത്തും കൂടെ ആഡായിട്ടായിരിക്കും ഈ സമയത്തുള്ള അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 800 + 200 ദാറ്റ് ഈസ് 1000. ഓക്കെ, ഇനി അവർ ഓൾറെഡി വെലോസിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ്? 20 meter per second അല്ലേ? ഇപ്പോൾ 20 എഴുതി. ഇനി നമ്മളിത് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 0 കട്ട് ചെയ്തു. 2 വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ 5 വന്നു അല്ലേ? അപ്പം നമ്മുടെ ടൈം എത്രയാണ് നമുക്ക് കിട്ടുക? 50 ആണ് കിട്ടുക. ടൈമിൻ്റെ യൂണിറ്റ് എന്താ? സെക്കൻഡ്. സോ 50 സെക്കൻഡ്. ആൻസർ കിട്ടിയില്ലേ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ സ്പീഡ് ആൻഡ് വെലോസിറ്റി ഓഫ് ചൈൽഡ് ഫ്രം P to Q ഇൻ ഫിഗർ 2.4. ഇത് നമ്മൾ നേരത്തെ പഠിച്ചൊരു ഫിഗർ ഉണ്ട്, ഒരു 2.4 എന്ന് പറഞ്ഞിട്ട്. ആ ഫിഗറിൽ ഇതാണ് നമ്മുടെ 2.4 എന്ന് പറയുന്നത്. അതിൻ്റെ സ്പീഡും എന്താ വെച്ചിരിക്കുന്നത്? സ്പീഡും വെലോസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് സ്പീഡിൻ്റെ ഫോർമുല എന്താ ഓർമ്മ ഉണ്ടോ നോക്കാം. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സ്പീഡ് എത്രയായിരിക്കും നമുക്ക് വരിക? അത് പിയിലൂടെ പോയി ക്യൂയിലൂടെ പോയി ആറിലോട്ട് പോകണം അല്ലേ? അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് ഇവിടെ വരുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? ഇവിടെ 40 മീറ്ററും ഇവിടുത്തെ 50 മീറ്ററും കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് 90 മീറ്റർ വരും അല്ലേ? ഇനി ടൈം നോക്കിക്കേ. ഇവിടെ 8 സെക്കൻഡാണ്, ഇവിടെ 10 സെക്കൻഡാണ്. അപ്പോൾ ടോട്ടൽ ടൈം എത്രയാണ്? 80. അപ്പോൾ ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 meter per second കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ വെലോസിറ്റി നമുക്കിങ്ങനെ കണ്ടുപിടിക്കാം. വെലോസിറ്റിൻ്റെ ഫോർമുല എന്താ? V is equal to S by T അല്ലേ? ഇതിൽ എസ് എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ പി നിന്ന് ആറിലോട്ട് എത്തുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? തന്നിട്ടുണ്ടല്ലേ? സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എത്രയാണ്? 72. അപ്പോൾ 72. ടൈം എത്രയാണ്? ടൈം നമ്മുടെ ടോട്ടൽ ടൈം തന്നെയാണ് വരിക അല്ലേ? 18 തന്നെയാണ് വരിക. അപ്പോൾ ഇതെങ്ങനെയാണ്? ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 8 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 അല്ലേ? 4 meter per second ആണ് നമ്മുടെ ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതെങ്ങനെ ഡിവൈഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 18
9 വെച്ച് ഡിവൈഡ് ചെയ്തു, അപ്പോൾ നമുക്ക് 2 കിട്ടി. അതേപോലെ 72 നമ്മൾ 9 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 കിട്ടും. പിന്നെ നമുക്ക് സിമ്പിളായിട്ട് 8/2 ചെയ്യുമ്പോൾ 4 കിട്ടും. ഓക്കെ, ഇതാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാവേ. A vehicle travels along a straight line with a velocity of 25 meter per second and covers a distance of 400 meter. Calculate the time taken for this. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ ഒന്ന് ആദ്യം വായിച്ചു നോക്കുക. എന്നിട്ട് എന്താ പറയുക, എന്തൊക്കെയാണ് മനസ്സിലാവുന്നത്, ഇതിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് സ്വയമായിട്ടൊന്ന് എഴുതി നോക്കുക. ഓക്കെ, ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ തന്നിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ് അല്ലേ. അവരെന്ത് തന്നിട്ടില്ല? ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടില്ല. ഓക്കെ, ഇവിടെ വേറൊന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്, സ്ട്രെയിറ്റ് ലൈൻ എന്ന് അല്ലേ. നമ്മൾ ഓൾറെഡി മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റത്തെ വീഡിയോയിൽ. അതായത് നമ്മൾ സെയിം ഡയറക്ഷനിൽ സ്ട്രെയിറ്റ് ലൈനിലൂടെയാണ് പാസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും സെയിം ആയിരിക്കും അല്ലേ. ആ സ്ട്രെയിറ്റ് ലൈനിൽ സെയിം ഡയറക്ഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. അപ്പം നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടില്ല എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യാതിരിക്കരുത്. സ്ട്രെയിറ്റ് ലൈൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും സെയിം ആയിരിക്കും അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പം ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? വെലോസിറ്റി തന്നിട്ടുണ്ട് അല്ലേ. വെലോസിറ്റി തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ V=S/T നമുക്കറിയാം. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ടൈം അല്ലേ. അപ്പോൾ നമ്മൾ ടൈമിനനുസരിച്ചുള്ള ഒരു ഇക്വേഷൻ എഴുതും. T= എന്താണ്? S/V. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടില്ലേ, കാരണം ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആയതുകൊണ്ട് 400 മീറ്റർ ആണ് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. 400 മീറ്റർ ഡിവൈഡഡ് ബൈ നമുക്ക് എത്രയാണ് വെലോസിറ്റി തന്നിരിക്കുന്നത്? 25. ഓക്കെ, ഇനി നമ്മളിത് 5 വെച്ച് ഡിവൈഡ് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ 5 വരും, ഇവിടെ 40 നമുക്ക് 8ൽ പോവാം. ഇനി 80 ഡിവൈഡഡ് ബൈ 5 ആണല്ലോ. നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. 80 ഡിവൈഡഡ് ബൈ 5 അല്ലേ. അപ്പോൾ 5 ടൈംസ് ബാക്കി 3, ദാറ്റ് ഇസ് 0 ഇറക്കിയിട്ടു. ദെൻ 16, ദാറ്റ് ഇസ് 30. ഓക്കെ, അപ്പോൾ ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതൊന്ന് ശ്രദ്ധിക്കണേ. അല്ലാത്തവർ നോർമലി ഡിവൈഡ് ചെയ്തിട്ട് ആൻസർ മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ. അപ്പോൾ നമുക്ക് ടൈം വരുന്നത് എത്രയാണ്? 16 സെക്കൻഡ് ആണ് അല്ലേ. യൂണിറ്റ് എന്താ ടൈമിൻ്റെ? എസ്. എപ്പോഴും ഫിസിക്സിൽ പ്രോബ്ലംസ് എഴുതുമ്പോൾ യൂണിറ്റ് എഴുതാൻ മറന്നു പോകരുത്. യൂണിറ്റ് എഴുതാൻ മറന്നു പോയി കഴിഞ്ഞാൽ ആ ആൻസർ തെറ്റിപ്പോകും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഓബ്ജക്റ്റ് മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 36 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 1 മിനിറ്റ്? ഓക്കെ, ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കുക തറോലി, എന്നിട്ട് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് വെലോസിറ്റി തന്നിട്ടുണ്ട് അല്ലേ, എത്രയാണ്? 36 മീറ്റർ. ടൈം തന്നിട്ടുണ്ട് 1 മിനിറ്റ് ആണ് അല്ലേ. നമുക്ക് ടൈം തന്നിരിക്കുന്നത് എങ്ങനെയാണ്? 1 മിനിറ്റ് എന്നാണ് അല്ലേ. മിനിറ്റിലല്ലേ തന്നിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ടൈമിൻ്റെ SI യൂണിറ്റ് എന്താ? സെക്കൻഡാണ്. അപ്പോൾ നമ്മൾ 1 മിനിറ്റ് എന്താക്കി കൺവേർട്ട് ചെയ്യണം? സെക്കൻഡിലോട്ട്. 1 മിനിറ്റിൽ നിന്ന് എത്ര സെക്കൻഡാണ്? 60 സെക്കൻഡ് അല്ലേ. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ടൈം എന്താണ്? 60 സെക്കൻഡാണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്കറിയാവുന്ന ഇക്വേഷൻ V=S/T ആണ് അല്ലേ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വെലോസിറ്റി ഇൻറ്റു ടൈം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ഓക്കെ അല്ലേ.
അപ്പോൾ ഇവിടെ വെലോസിറ്റി എത്ര തന്നിരിക്കുന്നത്? 36 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? അപ്പം 36 ഇൻറ്റു നമ്മുടെ 60 സെക്കൻഡ്സ്. അപ്പം എത്രയായി? 6 6 are 36, balance 3, 6 3s are 18, 21, 2160 എന്താ ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ? അപ്പം മീറ്റർ. എപ്പോഴും ഫിസിക്സിൽ യൂണിറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ ഈ പ്രോബ്ലം ആദ്യം തന്നെ ആൻസർ നോക്കി ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം വേണം ആൻസർ നോക്കാൻ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. താങ്ക് യു സോ മച്ച്.